ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെൽക്കം ടു TFT. വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയോടുള്ള കർത്താവിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് ജീസസ് ക്രിസ്തു ഒന്നും സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. ഭൂമിയിലായിരുന്നപ്പോൾ വചനം വ്യക്തമായിട്ട് യോഹന്നാൻ സൂക്ഷിച്ചപ്പോൾ ഞാനൊന്നും സ്വന്തമായി ചെയ്യുന്നില്ല, പിതാവ് പറഞ്ഞു കേട്ടതല്ലാതെ, അല്ലെങ്കിൽ പിതാവ് തരുന്ന ഇൻസ്ട്രക്ഷൻസ്, ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രം. യേശു ഒരു സ്വതന്ത്ര അധികാരമുള്ള വ്യക്തിയല്ലേ, ദൈവമല്ലേ. ഭൂമിയിലായിരുന്നപ്പോൾ മകനാണ്, പിതാവ് എന്തു പറയുന്നു അത് കേട്ടിട്ട്. പക്ഷെ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ അവർ കൊണ്ടുവന്ന് കർത്താവിനെ പരീക്ഷിക്കാൻ തോന്നി. ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ച് എന്ത് ചെയ്യും? ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശയുടെ നിയമം കൊടുത്തത് കർത്താവും പിതാവും കൂടെ. ഈ ജീസസ് ക്രൈസ്റ്റ് പിതാവും കൂടാണ് മോശയുടെ കയ്യിൽ ഈ കാര്യം എഴുതി കൊടുത്തത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റെപ്പറ്റീഷനാണ് തോന്നുന്നത്. നമ്മൾ സംസാരിച്ചു വന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹോളി സ്പിരിറ്റ് അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പം ഈ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് വ്യഭിചാരത്തിലുള്ള സ്ത്രീയാണ്, എന്ത് ചെയ്യും? യേശു ക്രിസ്തു സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ഡിസർമെൻറ്റോ അല്ല മറുപടി പറഞ്ഞത്, നിങ്ങൾ പാപമില്ലാത്ത കല്ലെറിയിട്ടെന്ന്. ഉടനെ പിതാവിനോട് പെർമിഷൻ ചോദിച്ചു, പിതാവ് വാട്ട് ഷുഡ് ഐ ഡു? യേശു ക്രിസ്തു പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി നിയമം കൊടുത്തത് ഇങ്ങനെ, വിചാരത്തെ പിടിച്ചവരെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ് നമ്മൾ നിയമം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നത്? യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്, 100% ഉറപ്പ്. അതേസമയം ഈ ന്യായശാസ്ത്രികളാണെങ്കിലോ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു, ഈ മുടിനായപുത്രൻ്റെ ആ കഥയിൽ മൂത്ത പുത്രൻ്റെ നേച്ചറുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ നോക്കുമ്പോൾ നിയമം എന്തു പറഞ്ഞു, ഇനി ഇതിനകത്തൊരു കൗൺസിലിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റീതിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. നിയമം പറഞ്ഞിരിക്കുന്നു, വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ഓക്കെ, കൊന്നു. അതിനകത്ത് പിന്നൊരു ഒന്നുമില്ല. അതേസമയം ഈ നിയമം കൊടുത്ത സകലത്തിൻ്റെ നിയന്ത്രിക്കുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന കർത്താവ് പിതാവിനോട് ഉടനെ ആലോചന ചോദിക്കുക, ഫാദർ വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ പറഞ്ഞു, പറ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ നീയൊക്കെ നല്ല ഫസ്റ്റാണ്. ഞങ്ങളുടെ അമ്മച്ചിക്ക് നേച്ചറുണ്ടായിരുന്നു. ആരെങ്കിലും വന്ന് ഈ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുടുംബ പ്രശ്നങ്ങളായിരിക്കും പറയുന്നത്. റിലേറ്റീവ്സൊക്കെ വന്നിട്ട് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ അമ്മച്ചിക്ക് ഇത് സന്തോഷത്തോടെ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അവസാനം അമ്മച്ചി അവരോട് പറഞ്ഞ കാര്യമാണ്, നീ നല്ല ഫസ്റ്റ് പറഞ്ഞവർ പെട്ടെന്ന് എഴുതിയിട്ട് സ്ഥലം എടുത്താൽ കാണാം. ചോളാ, ഇത്രയും നേരം ഇവരിത് കേട്ടു, നല്ല എൻജോയ് ചെയ്തു. അപ്പം നമ്മുടെ പക്ഷത്താണ് ഓർത്തിരുന്നത്, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുള്ളൂ. അവസാനത്തെ അന്തിമ വിധിയാണ്, നീ നല്ല ഫസ്റ്റ് എന്ന് പറഞ്ഞല്ലേ. പിതാവ് പറയുക, യേശുവിനോട് പറയാം, പറ, അവർ പാപം ചെയ്യാത്ത ഇവരെല്ലാം നമുക്കറിയാമല്ലോ. മനുഷ്യനെല്ലാം ഉള്ള പിടികിട്ടാത്ത, കാരണം മനുഷ്യനെന്താ ഇവരെക്കുറിച്ച് പിടികിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് മനുഷ്യന് ഭയമായതുകൊണ്ട് ഇവർക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ഇവർ പരസ്യമായിട്ട് ചെയ്യത്തില്ല, പക്ഷേ രഹസ്യമായിട്ട് ചെയ്യും. നമ്മളൊരു യഥാർത്ഥ ആത്മീയരാണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനൊരു കാര്യം പരിശോധിച്ചാൽ മതി കേട്ടോ. നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ ചിന്തകൾ ഒരു മനുഷ്യൻ കാണത്തില്ലല്ലോ. അതിൻ്റെ റേഞ്ച് ഒന്ന് പരിശോധിച്ചാൽ മതി, നമ്മൾ ആത്മീയരാണോ, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിവ്. നമ്മൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ ഭയപ്പെടുന്നതുകൊണ്ടാണ് സമൂഹത്തിൽ നമ്മൾ വളരെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത്, വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത്. അതേസമയം നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, പേടിക്കേണ്ടാത്ത, അല്ലെങ്കിൽ എന്ത് പറയാനും കുഴപ്പമില്ലാത്ത ഒരു സർക്കിളിൽ ചെല്ലട്ടെ, അപ്പം നമ്മുടെ സംസാര രീതി നമുക്ക് അറിയാം. അല്ലെങ്കിൽ ആരും കാണാനില്ലാത്ത, നമ്മളെ ആരും അറിയാത്ത ഒരു ദേശത്തില്ല, അവിടെ നമ്മളെന്താ കാട്ടിക്കൂട്ടുന്നത്, നമ്മളെന്താ അവിടെ സംസാരിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമ്മുടെ ചിന്തകൾ എവിടെയാണ്, നമ്മളറിയുന്ന ആരുമില്ല. എന്നിട്ട് അസസ് ചെയ്യുക, ഞാൻ സ്പിരിച്വലാണോ പരിശുദ്ധാത്മാവിനാലാണോ നടത്തപ്പെടുന്നത്, എൻ്റെ ഉള്ളം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ ഞാനിങ്ങനെ അതിനെ എന്നാ പറയുക, ഒരു ചാക്കിനകത്തിട്ട് കെട്ടി വരിഞ്ഞ് മുറുക്കി, പെരുമ്പാമ്പിനെ പിടി ചാക്കിനകത്ത് കിടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്ന് ഇങ്ങനെ നുളക്കിക്കൊള്ളു. തുറന്നു വിടുമ്പോഴാണ് പ്രശ്നം. ഇത് ആരും ഇല്ലാത്തപ്പോൾ അങ്ങ് തുറന്നു വിടുക, ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് പിടി ചാക്കിനകത്തിടുക. ഇവരെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, കപടനാട്യക്കാരെ. ഈ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. ഒരു ദിവസമാണ് ഹിപ്പോക്രൈറ്റ്സ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ ഡ്രാമാസ് ഉണ്ട്, നാടകം, സ്റ്റേജ് ഷോസ്, അവിടെ അഭിനയിക്കുന്നവരെയാണ് ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാരണം അവർ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള മൂവിയിലൊക്കെ ജീസസ് ക്രൈസ്റ്റായിട്ട് വേഷം ഇട്ടാളിനെ നമുക്ക് മൂവി കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് തോന്നില്ലേ. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് എന്തായിരിക്കും എനിക്കറിയില്ല അവരെക്കുറിച്ച്. ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതം എന്തായിരിക്കും, ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഈ അഭിനയിക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. അവരവരുടെ പഴയ ലൈഫിലോട്ട് തന്നെ തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ വേഷം കഴിയുമ്പോൾ ഇതിലോട്ട് വരും. ഇതിനാണ് കപടനാട്യക്കാരെന്ന് പറയുന്നത്. കർത്താവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അതാണ്. പള്ളി വരുമ്പോൾ നല്ല മാന്യം, പ്രത്യേകിച്ച് ന്യൂ ഇയറിന് ഈസ്റ്ററിനൊക്കെ വെളുപ്പിന് വരുമ്പോൾ നല്ല മാന്യം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അത് കഴിയുമ്പോഴും സ്റ്റേജിലേക്ക് വരുമ്പോൾ നല്ല മാന്യം, വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓട്ടോക്കാരനുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോഴോ. അപ്പോൾ കഥാവിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ കപടനാട്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേർന്ന് കാണിക്കും. അതല്ലേ സ്റ്റേജിൽ അഭിനയിക്കുന്നവർക്കാണ് ഈ കപടനാട്യക്കാരെന്ന് പേര് വരും, നാട്യക്കാർ, ഹിപ്പോക്രൈറ്റ്സ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഹിപ്പോക്രൈറ്റ്സ്. ഇവരെല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു സ്ത്രീയെ പിടിച്ച് മുമ്പ് കൂടി നിർത്തിക്കുക. ഇതേ ഈ സ്ത്രീ പാപം ചെയ്യും, ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന്. പിതാവിനോട് ചോദിച്ചു, ബാക്കി അടുത്ത പ്രശ്നം.